പാട്ട് പറ കയ്യബദ്ധം പാട്ട് വേണം കുറെ നേരമായില്ലേ പാട്ട് വേണമെന്ന് പറഞ്ഞിട്ട് ചേച്ചി ഞങ്ങൾ കേൾക്കാൻ വേണ്ടി ഇരിക്കുക നോക്കി നോക്കി പാട്ട് നീ പാടില്ല മനുഷ്യ ഭ്രാന്തായി. മാമാങ്ങ കഴിഞ്ഞിട്ടെ മമ്മൂക്കനെ കാണേണ്ടത് പലരും പറയും മമ്മൂക്ക എന്നെ കണ്ടപ്പോ മൈൻഡ് ചെയ്യൂലെന്ന് പറയും. പക്ഷെ നിനക്കറിയോ പോസ്റ്റർ നോക്കിട്ട് കോമഡി പ്രോഗ്രാമിന്റെ ചിരിയോ ചിരി എന്ന് പറഞ്ഞ് അത് മുകേഷ് ചേട്ടനാണ് കൊടുത്തത്. അൻസാർ മാറാടി ഞാനും പോയിട്ട് ഇങ്ങനെ കൊടുത്തു. അതായത് ചെറിയൊരു സ്റ്റിക്കർ. അപ്പൊ ജയസൂര്യാണ് ആശംസ എന്ന് പറഞ്ഞു വെച്ചാൽ അതിന്റെ ജയസൂര്യ വിളിച്ചിട്ട് കൂടുപാട് ബഹളം ഉണ്ടാക്കി. ഒരു ഒറ്റ സംശയം അല്ല ഇതിപ്പോ നീരജ് മാധവിനെ പ്രൊമോഷൻ ചെയ്യാനുള്ള ഇന്റർവ്യൂ ആയി മാറിയോ? ഞാൻ ഇവരെ കട്ട് ചെയ്തു. നീ ഇനി പറഞ്ഞ് നിങ്ങളെ കട്ട് ചെയ്യും. ഇവരെ കാസ്റ്റ് ചെയ്യാനുള്ള ഒരു കാരണം എന്താണ്? ഒന്ന് നിർത്തിക്കേ, ഒരു കാര്യം ഇവിടെ സംസാരിക്കണതിന്റെ ഇടയിൽ ഇനി കേറി പറഞ്ഞ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി പോട്ടാ. രണ്ടായിരത്തി 2013 ഞാൻ മലയാള സിനിമയിലേക്ക് ഫസ്റ്റ് പറയട്ടോ. 2013 ഫസ്റ്റ് തുടക്കം. കാരണം ലാലേട്ടൻ്റെ പടത്തില് ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് ഒരുപാട് പിള്ളേരെ വേണമെന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ ജസ്റ്റ് പോയതാ ലൊക്കേഷനിൽ യൂണിഫോം ഇട്ട് പോയപ്പോൾ ഫസ്റ്റ് നമ്മള് മറ്റേ സനൂപിനൊക്കെ പോയി കെട്ടിപ്പിടിച്ചു. എൻ്റെ അനിയത്തിക്ക് പോയി കെട്ടിപ്പിടിച്ചു. സനൂപ് എന്ന് പറഞ്ഞാൽ സനുഷ് അനിയനുണ്ട്. അതെ. അപ്പൊ അവനായിട്ടൊക്കെ കമ്പനി ഉണ്ട്. പക്ഷെ കമ്പനി ആ സമയത്ത് നല്ല സൗഹൃദം കൊടുത്തു. പിന്നെ കണ്ടപ്പോൾ മൈൻഡ് ചെയ്യുന്നില്ല. പക്ഷെ നമ്മൾ ഓരോരോ ആ പടത്തിൽ ജസ്റ്റ് ഓടി ഒരു കാല കാണിച്ചു. അപ്പൊ നമുക്ക് തിയേറ്ററിൽ പോയി കണ്ടപ്പോൾ ഭയങ്കര കരച്ചിലുണ്ടായി. പിന്നീട് 2015 കാന്താരി എന്നൊരു പടം. അതില് നായികർ നമ്മുടെ ഇപ്പൊ മറിമായത്തിലൊക്കെ ഫെയിമായിട്ടുള്ള ഇപ്പൊ അമ്മയിലൊക്കെ നല്ല ആക്റ്റീവ് ആയിട്ടുള്ള രചന നാരായണൻകുട്ടി. അപ്പൊ ആ ചേച്ചിയുടെ പടത്തില് അത്യാവശ്യം ഒരു 12-15 പേര് മരണവീടെന്ന് പറയുമ്പോ ഈ പുള്ളി പറഞ്ഞല്ലോ, ഈ പുള്ളി മറ്റേ ബിഗ് ബിയിൽ ഈ പുള്ളിയെ കാണണമെങ്കിൽ സൂചിയുടെ പക്ഷെ ഈ തപ്പട സീൻ എന്ന് പറഞ്ഞാൽ ഒരു 10-16 പേരുണ്ട്, 16 ആൾക്കാര്. അവര് ഇങ്ങനെ ഈ ഒരു വീടിന് ചുറ്റും കൂടി നിൽക്കണേ. ചെറിയ വലിയ വീടാണ്, മണിമലത്തെ വീടാണ്. പക്ഷെ കൂടി നിൽക്കുന്ന സീനിൽ കറക്റ്റ് ആയിട്ട് ഫോക്കസ് ചെയ്ത് കാണിക്കുന്നുണ്ട്. ഇപ്പോഴും സിനിമ യൂട്യൂബിലുണ്ട്. അപ്പൊ അതിനുശേഷം പിന്നെ ചെയ്തതെന്ന് വെച്ചാൽ 2016 തന്നെ ഓർമ്മയുള്ള മഞ്ഞാറ് നമ്മളോട് അതിനകത്ത് ജഗദീഷ് ചേട്ടൻ്റെ ഒപ്പം ഒരു സീൻ എന്ന് പറഞ്ഞാൽ ജഗദീഷ് ചേട്ടൻ ഒരു ഡോക്ടറാണ്. അപ്പോ ഭ്രാന്താശുപത്രിയാണ്. അപ്പൊ ഞാനൊരു ഭ്രാന്തന്റെ ക്യാരക്ടറാണ് അപ്പൊ എനിക്ക് പരിപ്പറി ചോറുന്ന ക്യാരക്ടർ. അത് ഇന്നാള് ഫ്ലവേഴ്സ് ചാനലിലൊക്കെ കളിച്ചായിരുന്നു. അത് പിന്നെ ടെലികാസ്റ്റ് ചെയ്തില്ല എന്തോ ഒരു സിനിമയുടെ ഇതുകൊണ്ട്. കാരണം നല്ലൊരു സീനായിരുന്നു. കാരണം അതൊരു 4 ടേക്കിൽ അത് ഓക്കെ ആക്കിയായിരുന്നു. 4 ടേക്കിൽ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ മറ്റേ കണ്ണന്താർമക്കുള്ള ചേട്ടന്റെ അച്ചാൻസ് എന്ന സിനിമയില് ചെറിയൊരു ഷോട്ട് ഉണ്ണിമൂന്നൻ സാർ ഞാൻ പറയട്ടോ. അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അച്ചാൻസ് കഴിഞ്ഞിട്ട് പിന്നെ നമ്മള് എമ്പുരാന്റെ ഫസ്റ്റ് പാട്ട് ലൂസിഫറിൽ നമ്മള് ക്രൗഡായിട്ടൊക്കെ പോയായിരുന്നു. അപ്പൊ അതിലും നമ്മള് കാണിച്ചൊന്നുമില്ല. പക്ഷെ എങ്കിലും അവരൊരു സൗഹൃദം ഉണ്ടായിരുന്നു. കാരണം പൈസ കിട്ടി. 2500 രൂപ കിട്ടി 4 ദിവസം പോയി. അപ്പൊ അതില് രാജുകൊണ്ടേ നേരിട്ട് കാണാൻ പറ്റും, മഞ്ജുവിനെ കാണാൻ പറ്റും. അന്നൊക്കെ കൂളായിട്ട് പോവാല്ല. കാരണം വലിയ ഫെയിം ഉണ്ടായിട്ടില്ലല്ലോ. ഇന്നാണെങ്കിൽ സെറ്റിൽ അടുപ്പിക്കില്ല, എമ്പുരാനെ അടുപ്പിച്ചില്ല. ഫെയിം ആയുള്ള അടുപ്പിക്കാതെ സെറ്റിലൊന്നും വലിയ സെറ്റിലൊന്നും. അപ്പൊ പറഞ്ഞു വരട്ടെ. ഇപ്പൊ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മള് ഇട്ടിമണി മെയ്ഡ് ഇൻ ചൈനയില് ചെയ്തായിരുന്നു. ലാലേട്ടനെ കണ്ടിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് മമ്മൂക്കന്റെ മാമാങ്കം ചെയ്തിരുന്നു. അപ്പൊ അവര് നേരിട്ട് കാണുന്നുണ്ടായിരുന്നു പണ്ട്. ഇപ്പോഴാണെങ്കിൽ നമ്മള് നേരിട്ട് ഒരു 10 മീറ്റർ അകലത്ത് പോയി കാണാൻ പറ്റുന്നില്ല. കാരണം നമ്മുടെ ഫെയിം അത്രയൊക്കെ ഉള്ളതുകൊണ്ട് അടുപ്പിക്കുന്നില്ല. അത് ഭയങ്കര ഒരു വിഷമം തോന്നുന്നുണ്ട്. ഒരു കാര്യം കൂടെ പറയട്ടെ. പിന്നെ അത് അവസാനം ഞാൻ കണ്ടത് ഒരു പാട്ട് പാടിക്കേ, അത് പോട്ടെ. ഞാൻ പറഞ്ഞിട്ടേ ജീവിതം പറയട്ടെ. അപ്പൊ അത് കഴിഞ്ഞിട്ട് മാമാങ്കം കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ മമ്മൂക്കരെ കാണുന്നത് പലരും പറയും മമ്മൂക്ക എന്നെ കണ്ടപ്പോ മൈൻഡ് ചെയ്യൂലെന്ന് പറയും. പക്ഷെ പണ്ട് നല്ല രീതിയിൽ ഇപ്പൊ ആദർശമായിട്ട് ഞാൻ നിൽക്കുമ്പോ എത്ര ഡിസ്റ്റൻസ് ഉണ്ട്? ഏകദേശം
ഒരു 5 മീറ്റർ ഉണ്ട്. പറയട്ടോ ഞാൻ 5 മീറ്റർ ഡിസ്റ്റൻസിന് മമ്മൂക്ക കൈ വന്ന് കാണിച്ചിട്ടുണ്ട്. ഏത് ലൊക്കേഷനിൽ? മമ്മൂക്ക ഉണ്ടല്ലോ മറ്റേ നമ്മുടെ ഭീഷ്മപുരം ലൊക്കേഷൻ. നിനക്കറിയോ പോസ്റ്റർ നോക്കിയിട്ട് കോമഡി പ്രോഗ്രാമിന്റെ ചിരിയോ ചിരി എന്ന് പറഞ്ഞ് അത് മുകേഷ് ചേട്ടനാണ് കൊടുത്തത്. അൻസാർ മാറാടി ഞാനും പോയിട്ട് ഇങ്ങനെ കൊടുത്തു. അതായത് ചെറിയൊരു സ്റ്റിക്കർ. അപ്പൊ ജയസൂര്യയാണ് ആശംസ എന്ന് പറഞ്ഞു വെച്ചത്. അതിന്റെ ജയസൂര്യ വിളിച്ചിട്ട് കൂടുകൂടെ ബഹളം ഉണ്ടാക്കി. അതായത് ജയസൂര്യയുടെ താരം മനോജ് ഗിന്നസിന്റെ പടം വെച്ചിട്ടുണ്ടാകും ക്ഷണിക്കപ്പെടുന്ന വേദികളിൽ. അപ്പൊ ഏതൊരു നാറി വിളിച്ചു പറഞ്ഞു നിങ്ങളുടെ പടമൊക്കെ പിടിച്ച് വെച്ചിട്ട് പരിപാടി പിടിക്കുമെന്ന് പറഞ്ഞു അന്നേ. അപ്പൊ ഞാൻ പറഞ്ഞു ചേട്ടാ ആശംസ എന്ന് പറഞ്ഞാൽ വെച്ചേക്കണെന്ന് പറഞ്ഞു. ഒരു അന്യ വെക്കണ്ട കേട്ടോ അഭിലാഷ് എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ കാർഡ് ഞാൻ കാണിച്ചു കൊടുത്തപ്പോ മമ്മൂക്ക മുകേഷ് ചേട്ടൻ വാങ്ങി ഇതെവിടെ ട്രൂപ്പ് എന്നൊക്കെ ചോദിച്ചു. കാരണം പുള്ളി ആ ഒരു മിമിക്രിക്കാരൻ ഒരു മൈൻഡ് അങ്ങനെ ഞാൻ പറഞ്ഞോട്ടെ. അത് കഴിഞ്ഞിട്ട് പിന്നെ തല്ലുമലയില് നല്ല രീതിയിൽ ഒരു ക്ലോസ് അപ്പ് സീക്വൻസ് കിട്ടും. ഒരുപാട് വർഷം ശേഷമാണ് ആ ഒരു സീക്വൻസ് കിട്ടുന്നത്. കാരണം ഞാൻ പറഞ്ഞല്ലോ കാന്താര ചെയ്തു, ഓർമ്മ ചെയ്തു. അത് കഴിഞ്ഞ് ഒരുപാട് 6 വർഷത്തെ ഗ്യാപ്പിന് ശേഷം ഒരു ഫേസ് റിവീൽ ചെയ്തു. നിലവില് ഒരു 36 പടങ്ങളില് ഇപ്പൊ ഇപ്പൊ ഒരു 5-6 പടങ്ങളിൽ മുഖം കാണിച്ചിട്ടുണ്ട്. പിന്നെ ബാഡ് ബോയ്സിൽ നല്ല ഡയലോഗ്സും കിട്ടിയിട്ടുണ്ട്. അതിപ്പോ റിവ്യൂസ് കാരണമാണ്. പിന്നെ വേറൊരു പടം എന്ന് പറഞ്ഞാൽ 100 കോടി ക്ലബിൽ കയറിയ പടത്തിലും RDX-ലും ചെറിയ രീതിയിൽ RDX-ൽ അമ്മാനെ എന്നെ വെട്ടിക്കളഞ്ഞു. ആ കത്തി താഴേക്ക് ആടുമ്പോ ഞാൻ എടുത്തിട്ട് ഇങ്ങനെ വരല്ലേ ഇവിടെ വരെയില്ല. ഞങ്ങൾക്ക് ഇത്ര വിഷമിക്കേണ്ട കാര്യമില്ല. കാരണം എന്ന് പറഞ്ഞാൽ മഴവിൽ മനോരമ അറിയോ? മഴവിൽ മനോരമ അതിൽ ചായ കുടിക്കാരൻ ഞങ്ങൾ മഴവിൽ മനോരമ മഴ കിട്ടൂടെ ഞാൻ കിട്ടൂല. മഴവിൽ മനോരമ അപ്പൊ അതില് ചായ കുടിക്കാരൻ ചങ്ങാതിയിലൊരു സീൻ എപ്പോഴും വൈറലാണ്. 10 മില്യൺ ഉണ്ട്. മറ്റേ എടാ മണിയെന്ന് വിളിക്കുന്നത് ഈ പുള്ളിയാ. അപ്പൊ അത്രയും ചെയ്തൊരു പുള്ളി ഈ ഒരു സീൻ കിട്ടിയില്ലെന്ന് പറഞ്ഞ് നടിക്കേണ്ട ആവശ്യമില്ല. എനിക്ക് സങ്കടമുണ്ട് കാരണം RDX അതുപോലെ വിജയിച്ചൊരു പടം. ഞാൻ ഒരുപാട് ഞാൻ പോയി നോക്കിയായിരുന്നു. കാരണം വെച്ചാൽ എന്റെ സീന് കണ്ടപ്പോൾ കാരണം എനിക്ക് എന്റെ കൈ കാലം പറിച്ചിട്ടല്ല. കാരണം ഇങ്ങനെ കത്തി ലാസ്റ്റ് സീൻ പടം കണ്ടല്ലോ RDX ലാൽ സാറും ഷൈനൊക്കെ ഇരിക്കുമ്പോൾ ഒരു കത്തി ഒരാളുടെ ചാടും. അതിങ്ങനെ എടുത്ത് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ നിൽക്കുന്ന സീനായിരുന്നു. പക്ഷെ അത് കിട്ടിയിരുന്നെങ്കിൽ എന്റെ ഒരു ജാതകം ഒന്ന് മാറിയെന്ന് സത്യം പറഞ്ഞത്. കാരണം വെച്ചാൽ ഒരു രജിസ്റ്റർ ആയേനെ സിനിമയില്. അത് കൂടാണ്ട് മറ്റേ ദുൽഖറിന്റെ പടം ഉണ്ടായിരുന്നല്ലോ അയാളെ ഇറങ്ങി കൊത്തയിലെ ഞാനും സുമേഷ് തമ്പി എന്ന് പറഞ്ഞ മാന്റെ അവിടെ ഒരു കത്തിയൊക്കെ പിടിച്ചിങ്ങനെ നിൽക്കുന്ന സംഭവം അതും എററായി കാണിച്ചു. എന്തായാലും ഈ പടം മറ്റേ RDX പടത്തില് 2 ആർട്ടിസ്റ്റുകളുണ്ട്. ഒന്ന് പെപ്പ ഉണ്ട്, പിന്നെ ഷൈനികോ ഉണ്ട്, പിന്നെ നീരജ് മാധവ് ഉണ്ട്. 3 നായകന്മാരാ. അതില് 2 പേർക്ക് പെപ്പയ്ക്കും പെപ്പ അത്യാവശ്യം മൈൻഡ് ചെയ്യും. പക്ഷെ പ്രശംസിക്കൊന്നുമില്ല. വീട്ടിൽ പോയി സീനൊക്കെ ഉണ്ട്. പക്ഷെ അഭിനയം കണ്ടിട്ടില്ലേ? അഭിനയം കണ്ടിട്ട് നീ ക്രിക്കറ്റ് സീനിലുണ്ടല്ലോ എന്ന് പറഞ്ഞത് നീരജ് മാധവ കെട്ടിപ്പിടിച്ചു പുള്ളി കരഞ്ഞുപോയി. അതൊരു അത്ഭുതമായി പോയി. കാരണം നീരജ് മാധവനെ പറ്റി അത് പറയാം. നീരജ് മാധവ് മറ്റേ അല്ല നീരജ് മാധവന്റെ ഒരു പറയട്ടെ ചേച്ചിക്ക് വേണ്ടി ദൃശ്യത്തിലും ദൃശ്യമാണെങ്കിൽ ആരട്ടൊപ്പം ചെയ്തൊരു വ്യക്തി നീരജ് മാധവ്. അപ്പൊ പിന്നെ അതിൽ ജമിനാപ്പിയാല് ചാക്കോച്ചന്റെ ഒപ്പം ചെയ്തു. ലെജൻഡ് ആയിട്ടുള്ള ആക്ടർ പറട്ടോ പറയാൻ സമയത്ത് ലെജൻഡ് ആയിട്ടുള്ള ഒരുപാട് പേര് നമ്മളെ കളിയാക്കുന്നുണ്ട്. പക്ഷെ എന്നെ ജോസ് പെരേരെ ഞാൻ കണ്ടില്ലോ കമന്റിലൂടെയാണോ പേര് പറിക്കുന്നു. അപ്പൊ അങ്ങനെ ഒരു കണ്ട വ്യക്തികള് നമ്മൾ തിയേറ്ററിൽ നിന്ന് പടം കാണാൻ വേണ്ടി തിയേറ്ററിൽ കൊണ്ടുവന്ന് സമ്മതിക്കണം. പിന്നെ കൊറോസാൻ കയറ്റി. പക്ഷെ പടം കണ്ടിറങ്ങിയപ്പോൾ എന്തായാലും നീരജ് മാധവന്റെ നീരജിന്റെ വാക്കുകൾ കാരണം നീരജിന്റെ ഡാൻസ് പലരും കളിയാക്കുന്നുണ്ട്. പലരും കണ്ട് ആവർത്തന വിശദം പറയുന്നു. പക്ഷെ നീരജിന്റെ ആ ഒരു കരുതലുണ്ട് മറ്റുള്ള ആൾക്കാരോട്. കാരണം നീരജ് മാധവ് എന്ന് പറഞ്ഞ നടൻ മലയാളത്തെ വലിയ രീതിയിൽ ശോഭിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ എങ്ങും അറിയപ്പെടുന്നില്ലെന്ന് പറഞ്ഞാൽ എല്ലാം ഞാൻ പറയട്ടോ. പുള്ളി നായകനായിട്ട് മാത്രം ഒരു പടം വരുന്നില്ല. എന്തുകൊണ്ടാണെന്ന് ഞാൻ ചോദിക്കുകയാണ്. കാരണം പുള്ളിക്ക് ആത്മാർത്ഥതയുണ്ട്. കാരണം പുള്ളിക്ക് ആണെങ്കിൽ എന്നോട് പറയാണ്ടിരിക്കാം. ഒരു ഒറ്റ സംശയം അല്ല ഇതിപ്പോ നീരജ് മാധവിനെ പ്രൊമോഷൻ ചെയ്യാനുള്ള ഇന്റർവ്യൂ ആയി മാറിയോ? ഞാൻ ചോദിക്കേണ്ട ഒരു അവസ്ഥ വന്നു. നമ്മൾ പറഞ്ഞത് ഞാൻ ചേച്ചിയോട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഇവർ രണ്ടുപേരും ഈ ഒരു സിനിമയിൽ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഞാൻ ഇവരെ കട്ട് ചെയ്തു. നീ ഇനി പറഞ്ഞ് നിങ്ങളെ കട്ട് ചെയ്യും. ഇവരെ കാസ്റ്റ് ചെയ്യാനുള്ള ഒരു കാരണം എന്താണ്? രണ്ടുപേരും നല്ല ആക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇവര് പറഞ്ഞില്ലേ എല്ലാവരും ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് അലനാണെങ്കിലും അലന് അഭിനയിക്കാൻ കഴിവുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് ഞാൻ പറയും. പക്ഷേ അവൻ ചെയ്തിട്ടുള്ള ഷോർട്ട് ഫിലിംസുകളൊക്കെ ചെറിയ സാധനം പോലും ഒരു നിമിഷം പോലും
സത്യസന്ധമായിട്ട് ഞാൻ പറയുമ്പോൾ കൂടെ നിന്നിട്ട് പറയാം, എന്റെ അനിയനെ പോലെ തന്നെയാണ് എനിക്ക്, വേറെ വ്യത്യാസം ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ ഇവനെ കയ്യെടുക്കണം, ഇനി ഇടി കിട്ടും. അപ്പോ നമ്മൾക്ക് നല്ല രീതിയിൽ നമ്മളെല്ലാവരും പ്രൊമോട്ട് ചെയ്തിട്ടുള്ള ഒരു ഡയറക്ടറും ആർട്ടിസ്റ്റും സകലകലാ എല്ലാത്തിലും പേര് എഴുതിയിട്ടുള്ള ഒരാളുണ്ടായിരുന്നു, സന്തോഷ് പണ്ഡിറ്റ്. അദ്ദേഹം ഇന്ന് നിൽക്കുന്ന പൊസിഷൻ, സന്തോഷ് സാറ് ഇതിൽ ചെയ്യുന്ന വർക്കുകൾ, ആള് സ്വന്തമായിട്ട് ചെയ്യുന്ന വർക്കുകളെല്ലാം വെച്ച് നോക്കുമ്പോ ഇവരെക്കാൾ എയറിൽ കയറിയിട്ടുള്ള ആളാണ് അദ്ദേഹം. ഇവരെക്കാളൊക്കെ മുമ്പ് ചാനലില് വട്ടം കൂടി പക്ഷേ ഇവരെ കാസ്റ്റ് ചെയ്യാനുള്ള കാരണം, ഞാൻ ആദ്യം ഇവരുടെ ഒരു ഇന്റർവ്യൂ എടുക്കാനാണ് വന്നതെന്ന് ഞാൻ ആദ്യം തുടക്കത്തിൽ പറഞ്ഞല്ലോ. ഇപ്പോ അഭിലാഷ് ആണെങ്കിൽ 1-2 കോളനി എന്ന് പറഞ്ഞ സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. നായകനായിരുന്നു. പക്ഷെ ആ സിനിമയിൽ തന്നെ എന്റെ 1 എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള ഗിരീഷ് കുമാർ എന്ന് പറഞ്ഞിട്ടുള്ള ചേട്ടൻ അതില് നല്ലൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. യെസ്. അപ്പോ എന്താണ് അത് അങ്ങനെ ചോദിച്ചാൽ എനിക്കറിയില്ല, കഥാപാത്രം സിനിമയെ അറിയില്ല. ആ സിനിമയിൽ എന്റെ വേണ്ടപ്പെട്ട കുറച്ച് പിള്ളേരുണ്ട്. അപ്പൊ അങ്ങനെ ആ സിനിമയിൽ ഇപ്പൊ ആള് അഭിനയിച്ച് നിന്നിട്ടുണ്ടെങ്കിലും അങ്ങനെ. പക്ഷെ അലനെ കുറിച്ച് കേൾക്കുകയാണെങ്കിലും പറയുകയാണെങ്കിലും ഞാൻ പറഞ്ഞില്ലേ, അലന്റെ ഷോർട്ട് ഫിലിംസ്, അലൻ അഭിനയിച്ച എല്ലാ സാധനങ്ങളും ഞാൻ കണ്ടിട്ട് തികച്ച് കാണാനുള്ള മാനസികാവസ്ഥ ഇല്ലാത്തതുകൊണ്ട് ഞാൻ പലപ്പോഴും ഞാൻ ചീത്ത വിളിച്ചിട്ട് കാര്യമില്ല എന്നറിയുന്നതുകൊണ്ട് ഞാൻ കമ്മാന്നക്ഷരം മിണ്ടാറില്ല. പാവാണ്. അതിന്റെ കാരണം എന്താന്ന് പറഞ്ഞാൽ ഒരു ഡയറക്ടറുടെ അതാണ് പറഞ്ഞത്, ഒരു ഡയറക്ടർ വിചാരിച്ചാൽ അവൻ അഭിനയിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. എന്നോട് എന്റെ സാറ് ചോദിച്ചിട്ടുള്ളത് ആഗ്രഹം ഉണ്ടോന്നാണ്, കഴിവുണ്ടോന്നല്ല. നിനക്ക് അഭിനയിക്കാൻ ആഗ്രഹമുണ്ടോ, അല്ലാതെ നിനക്ക് ഡയറക്റ്റ് ചെയ്യാൻ ആഗ്രഹമുണ്ടോ, നിനക്ക് ഡയറക്റ്റ് ചെയ്യണം എന്നുള്ളത് നിന്റെ എത്രത്തോളം വലിയൊരു പാഷനാണ് അല്ലെങ്കിൽ സ്വപ്നമാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അല്ലാതെ എനിക്ക് അതിനുള്ള കഴിവുണ്ടോന്നല്ല. കാരണം ആഗ്രഹമുണ്ടെങ്കിൽ പൗലോ കൊയ്ലോന്റെ തിയറിയാണ് ഈ, പക്ഷെ അതിനൊരു ഡെഡിക്കേറ്റഡ് കൂടി ആയിരിക്കും. അത് ആണ് എന്ന് എനിക്ക് തോന്നിയിട്ടുള്ള ചില കാര്യങ്ങൾ. അവൻ അല്ലെങ്കിൽ അവൻ തന്നെ സ്വയം പറയുന്ന ഒരു കാര്യമുണ്ട്. സസ്പെൻസ് പൊട്ടിച്ചിട്ടില്ല. ഞാനെന്ന് പറയട്ടെ, എന്റെ മനസ്സിൽ തോന്നി കേട്ടോ. ഈ പുതിയൊരു പടത്തിനെ കുറിച്ച് പറഞ്ഞില്ലേ, അതിലെ നായകന്മാര്, ആ 2 കഥാപാത്രം ചെയ്യുന്ന നായകന്മാര്, സൂപ്പർ സ്റ്റാർ അഭിലാഷ് ആട്ടയം, അല്ലേന്ന് ചോദിക്കാം. അല്ലേ? അത് സസ്പെൻസ് ആണ്, ഞാൻ പറയില്ല കേട്ടാ. അത് അവിടെ നിൽക്കട്ടെ. അവര് സസ്പെൻസ് വിളിക്കണ പോലെ ഞാൻ എന്തായാലും സസ്പെൻസ് വിളിക്കാൻ ഞാൻ തയ്യാറല്ല. അപ്പോ ഇവരുടെ ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ആദ്യം സന്തോഷ് പണ്ഡിറ്റ് സാറിന്റെ കാര്യം, അദ്ദേഹം സ്വയം ചെയ്യുന്ന കാര്യങ്ങളിൽ അദ്ദേഹത്തെ ലീഡ് ചെയ്യാൻ അന്നും ഇന്നും ബഹുമാനിക്കപ്പെട്ട ആൾക്കാരെ ഒന്ന് നിർത്തിക്കേ. ഒരു കാര്യം ഇവിടെ സംസാരിക്കണതിന്റെ ഇടയിൽ ഇനി കേറി പറഞ്ഞ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോട്ടാ. ഞാൻ കാര്യമായിട്ട് പറയാണ്. അപ്പോ അദ്ദേഹം സ്വയം ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പൊ ഞാൻ സ്വയം ഒരു സംഭവം ചെയ്യുകയാണെങ്കിൽ എന്നെ ലീഡ് ചെയ്യാൻ ഒരാളില്ലെങ്കിൽ ഫ്ലോപ്പായി പോകും എന്നുള്ളത് 100% ഉറപ്പാണ്. ഇപ്പോൾ അലൻ ചെയ്തിട്ടുള്ള വർക്കുകളിൽ ഞാൻ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും വലിയൊരു ഡ്രോബാക്ക് അങ്ങനെയാണ്. അലനെ ലീഡ് ചെയ്യാൻ അല്ലെങ്കിൽ അലൻ പറയുന്ന കാര്യങ്ങൾ കറക്റ്റായിട്ട് അത് ചെയ്തെടുക്കാൻ ഒരു ഡയറക്ടർക്ക് സാധിക്കാതെ പോയിട്ടുള്ളത് അവന്റെ പ്രശ്നമായിരിക്കില്ല. അത് ചിലപ്പോൾ ആ ഡയറക്ടറുടെ അറിവില്ലായ്മയായിരിക്കും, അല്ലെങ്കിൽ അയാളുടെ എക്സ്പീരിയൻസ് കുറവായിരിക്കും. എക്സ്പീരിയൻസ് എല്ലാത്തിനും ഒരു ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഞാൻ അഭിനയിച്ചിട്ടുള്ള ചില വർക്കുകളുണ്ട്, ഞാൻ ഡയറക്റ്റ് ചെയ്തിട്ടുള്ള വർക്കുകളുണ്ട്. രണ്ടും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഞാൻ ഡയറക്റ്റ് ചെയ്യണ വർക്കിൽ ഒരിക്കലും ഞാൻ അഭിനയിക്കില്ല. കാരണം എന്താ, അഭിനയിച്ചിട്ടില്ല, ലീഡിങ് ക്യാരക്ടർ ചെയ്തിട്ടില്ല, അല്ലാതെ ചെയ്തിട്ടുണ്ട്, അഭിനയിച്ചിട്ടുണ്ട്. ഞാൻ ആദ്യം സ്റ്റാർട്ടിങ് അഭിനയത്തിലൂടെ വന്നതാ. ഞാൻ +1 പഠിക്കുന്ന 10th കഴിഞ്ഞിരിക്കുന്ന സമയം മുതൽ അഭിനയത്തിലാണ്. രണ്ടും കൂടി ചെയ്യാൻ പറ്റില്ല. അതെ, എനിക്ക് ഡയറക്ഷൻ ചെയ്യുകയാണെങ്കിൽ ഡയറക്ഷനിൽ മാത്രം, അല്ലെങ്കിൽ എനിക്ക് പിന്നില് എന്റെ അസോസിയേറ്റോ എന്റെ ചീഫോ അങ്ങനെ എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ. ഇപ്പൊ അങ്ങനെയാണ് ഞാനിപ്പോ ഒരു വർക്ക് ചെയ്തു, പറന്ന് എന്ന് പറഞ്ഞിട്ടൊരു വർക്ക് ഞാൻ ചെയ്തു. ആ വർക്കിന് എനിക്കിപ്പോ 4 അവാർഡ്, 4 ഷോർട്ട് ഫിലിമാണത്, 4 ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ നിന്ന് എനിക്ക് 4 അവാർഡ് വന്നു. അതിൽ ഒരു അവാർഡ് ജൂറി മെൻഷൻ ബെസ്റ്റ് ഡയറക്ടർ അവാർഡാണ്. പിന്നെ എൻ്റെ ഷോർട്ട് മൂവിയിൽ ബെസ്റ്റ് ആക്ടർ അവാർഡ് കിട്ടി, ബെസ്റ്റ് ഷോർട്ട് ഫിലിം അവാർഡും. അത് ഇന്റർനാഷണൽ സ്റ്റാർ ഫിലിം ഫെസ്റ്റിവലിലാണ് ഈ 3 അവാർഡുകളും എനിക്ക് വന്നിട്ടുള്ളത്. പിന്നെ റെഡ് കാർണിവലോ അങ്ങനെ എന്തോ ഒരു ഷോർട്ട്, അതും ഒരു ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലാണ്. അതിലും അതുപോലെ ബാബാ സാഹേബ് ദാദാ സാഹേബ് ഫിലിം ഇന്റർനാഷണൽ ഫെസ്റ്റിവലിലൊക്കെ ആ മൂവിക്ക് ഒഫീഷ്യലി സെലക്ഷൻ എന്നുള്ള ഒരു അവാർഡ്. ഇങ്ങനെ ഈ ഒരു ഷോർട്ട് ഫിലിമിന് അതിൽ ഞാനാണ് ലീഡിങ് കഥാപാത്രം ചെയ്തിട്ടുള്ളത്. അതിൻ്റെ
അപ്പോഴാണ് എനിക്ക് അതിൻ്റെ ഒരു ചെറിയൊരു ഇത് മനസ്സിലായിട്ടുള്ളത്. കാരണം അഭിനയവും ഡയറക്ഷനും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകുമ്പോൾ എനിക്ക് ഒന്നില്ലെങ്കിൽ അത് ഡയറക്ടർ എന്നുള്ള നിലയ്ക്ക് എനിക്ക് അതിൻ്റെ എഡിറ്റിങ്ങിന് ഇരിക്കുമ്പോൾ എനിക്ക് അതിൽ ഒരുപാട് പോരായ്മകൾ ഫീൽ ചെയ്തു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഡയറക്ഷനും അഭിനയവും കൂടെ ഒരുമിച്ച് പോയാൽ ഏതെങ്കിലും ഒരെണ്ണം പാളും എന്നുള്ള കാര്യം എനിക്ക് 100% ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ അതിനു മുമ്പ് ഞാൻ ചെയ്തിട്ടുള്ളത് ഫുള്ളും അഭിനയിച്ചിട്ടുള്ളത് എൻ്റെ തന്നെ ഗുരുസ്ഥാനത്ത് നിൽക്കുന്ന ആൾക്കാരോ അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സിൻ്റെയോ വർക്കുകളിലാണ്. അപ്പോൾ അത് പെർഫെക്റ്റ് ആയിട്ട് അഭിനയം അത്യാവശ്യം കുഴപ്പമില്ല രീതിയിൽ അങ്ങനെ ചെയ്തു പോയി. ഡയറക്ഷൻ സൈഡ് ശ്രദ്ധിക്കേണ്ടി വന്നില്ല. പക്ഷേ ഡയറക്ഷൻ സൈഡിലേക്ക് വരുമ്പോൾ അത് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തില്ലെങ്കിൽ, കാരണം ഒരു സിനിമയുടെ കപ്പിത്താൻ ഡയറക്ടറാണ്, അല്ലെങ്കിൽ അതിന് തുല്യം നിൽക്കുന്ന ഒരാൾ നമുക്കിവിടെ ചീഫായിട്ട് ഇല്ലെങ്കിൽ എന്നെ പോലെ പുതിയൊരാൾക്ക് പണി പാളും. അത് എനിക്ക് ഏറ്റവും കൂടുതൽ കണ്ട് മനസ്സിലാക്കിയത് സന്തോഷ് പണ്ഡിറ്റ് എന്ന് പറയുന്ന ആളുടെ വർക്കിലാണ്. കാരണം എന്താന്ന് പറഞ്ഞാൽ അദ്ദേഹം എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്തുകൊണ്ടാണ് ഒരുപാട് പേരുടെ മുന്നിൽ പോരായ്മകൾ വന്നത്. പിന്നെ അദ്ദേഹം അത് ബിസിനസ്സാക്കി മാർക്കറ്റ് ചെയ്തു. അത് അദ്ദേഹത്തിന്റെ കഴിവാണ്. അതിനെ നമ്മൾ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ അദ്ദേഹത്തെ പോലെ എത്ര പേര് ഇവിടെ ഉണ്ടെന്ന് ചോദിച്ചാൽ ആരുമില്ല. അതേപോലെ തന്നെയാണ് അലനെ എനിക്ക് കാണുമ്പോൾ, അലനെ ഞാൻ പരിചയപ്പെട്ട സമയത്തും അലന്റെ പിന്നീട് വർക്കുകൾ ഞാൻ ശ്രദ്ധിക്കുമ്പോഴും കണ്ടിട്ടുള്ളത്, അലനെ അറിയാം, അവന് ആഗ്രഹമുണ്ട്. ആഗ്രഹം ഉള്ളത് കൊണ്ടാവും അവൻ എന്നോട് ചേച്ചി എന്ന് പറഞ്ഞ് ആവശ്യപ്പെട്ട കാര്യം അതായതുകൊണ്ടും ഒരെണ്ണം എനിക്ക് അവനെ വെച്ച് ചെയ്ത് നോക്കണം. പരാജയമാണെങ്കിൽ അത് അവിടെ വെച്ച് ഉപേക്ഷിക്കുക. പരാജയമല്ലെങ്കിൽ പിന്നീടുള്ള വർക്കുകളിലെല്ലാം നമ്മുടെ ഒരു കൂട്ടായിട്ട് തന്നെ പരാജയം അത് അവൻ്റെ ഇതിലാണ് വരുന്നത്. പരാജയം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ ഇപ്പൊ കാണിക്കുന്ന കോമാളിത്തരങ്ങൾ പോലെ ആയിരിക്കില്ല നമ്മുടെ ഒരു ടീമിൽ വരുമ്പോൾ. അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു മാറ്റങ്ങൾ അത് ഞാൻ നേരത്തെ ഇവരോടൊക്കെ പറഞ്ഞിട്ടുണ്ട്. കാരണം ഇവനെ കൊണ്ട് ആൾക്കാർ ചെയ്യിപ്പിക്കുന്നതാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അത് അവർക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അവനെ റീച്ച് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടോ അതെന്തോ ആയിക്കോട്ടെ, അത് ഞാൻ ഇടപെടുന്നില്ല. അത് അവരുടെ ഒരു പേഴ്സണൽ ഒരു പ്രൊമോഷനായിട്ട് മാത്രം എടുക്കുക. ആ പ്രൊമോഷനെ നമ്മൾ ചെയ്യുന്ന വർക്കുകളിലേക്ക് നമ്മൾ ഉപയോഗപ്പെടുത്തുക. തീർച്ചയായും നമ്മൾ എല്ലാ വർക്കുകളിലേക്കും പുതിയ ആൾക്കാർക്ക് ആക്ടിംഗ് വർക്ക്ഷോപ്പ് കൊടുത്ത് ഡയലോഗ് പ്രസന്റേഷൻ പറഞ്ഞു കൊടുത്തിട്ടാണ്. അതിനുള്ള ട്രെയിനർ എൻ്റെ കയ്യിലുണ്ട്, വെൽ ട്രെയിനിങ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും കുട്ടികൾക്ക് ആക്ടിങ് ട്രെയിനിങ്ങും കാര്യങ്ങളും കൊടുക്കുന്ന നല്ല 1-2 ഇൻസ്ട്രക്ടേഴ്സ് എൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ അവർ മുഖാന്തരം നമ്മൾ ഇവർക്ക് ട്രെയിനിങ്, ഞാൻ ഒരു ഷോർട്ട് ഫിലിം ചെയ്യുകയാണെങ്കിലും അങ്ങനെ ചെയ്തിട്ട് ഞാൻ ആൾക്കാരെ അതാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്. 1 അല്ല 4 അവാർഡാണ് അതിന് വന്നിട്ടുള്ളത്. അതാണ് ഇപ്പൊ ലാസ്റ്റ് കിട്ടിയത്. ഇപ്പോ ഈ വരുന്ന 26-ന് നമ്മുടെ ഗോകുലം കൺവെൻഷൻ സെന്ററിൽ വെച്ചിട്ട് ഈ ഫിലിം ഇന്റർനാഷണൽ സ്റ്റാർ ഫിലിം ഫെസ്റ്റിവലിന്റെ ഇതാണ് നടക്കുന്നത്. അതായത് പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. അപ്പൊ അന്ന് നമുക്ക് ഇൻവിറ്റേഷൻ വന്നിട്ടുണ്ട് ആ ഒരു ഇതിലേക്ക്. അപ്പൊ എന്തായാലും ജൂറി മെൻഷൻ ബെസ്റ്റ് ഡയറക്ടർ ആയതുകൊണ്ട് തീർച്ചയായും പോയി വാങ്ങിക്കണം എന്നുണ്ട്. എൻ്റെ മൂവിക്ക് 3 അവാർഡാണ് അതിൽ. ബെസ്റ്റ് ഡയറക്ടർ, ജൂറി മെൻഷൻ, ബെസ്റ്റ് ആക്ടർ അവാർഡ്, ബെസ്റ്റ് മൂവി അവാർഡ് എന്ന് പറഞ്ഞിട്ട് ആ ഷോർട്ട് ഫിലിമിന് അത്രയും അവാർഡ്. അത് ഞാൻ ഈ ഡബിൾ റോൾ ചെയ്തിട്ടാണ് എനിക്ക് വന്നത്. എന്നിട്ട് എനിക്ക് അതിൽ ഒരു 80% ഞാൻ ഡയറക്ടർ എന്ന് പറഞ്ഞിട്ട് സാറ്റിസ്ഫാക്ഷൻ ഉള്ളൂ. 50% ആക്ടർ എന്നുള്ള നിലയ്ക്ക് ഞാൻ ആ ഷോർട്ട് ഫിലിമിൽ സാറ്റിസ്ഫാക്ഷൻ ഉള്ളൂ. കാരണം ഡബിൾ റോൾ ചെയ്താൽ മാത്രമല്ല അന്ന് എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസും കൂടെ ഉണ്ടായിരുന്നു. ഇതാണ് എൻ്റെ പുതിയ വർക്ക്. ഇപ്പോൾ കഴിഞ്ഞിട്ട് ഏകദേശം 2 months ആ വർക്ക് കഴിഞ്ഞിട്ട് ആയിട്ടുള്ളൂ. ഇനി ചെയ്യാൻ പോകുന്നത് ഒരു വലിയൊരു പ്രൊജക്റ്റ് സിനിമയാണ്, തിയേറ്റർ മൂവിയാണ്. ഞാൻ ഒന്ന് ചെയ്ത പോലെ തന്നെ ഒരു ഗ്രൂപ്പ് ഫണ്ടിങ്ങിലൂടെ ഞങ്ങൾ കുറച്ച് പേര് എന്താണ് അതിൽ അതന്നെ പ്രൊഡക്ഷൻ എൻ്റെ തന്നെയാണ്. ആ ഒരു ഇതിലേക്ക് വന്നിട്ട് അത്യാവശ്യം ചെറിയ കുറച്ച് ആർട്ടിസ്റ്റുകൾ ഉണ്ടാവും. ബിസിനസ്സാണ് പടം. അതിലും ഇവർ 2 പേരും ഉണ്ട്. ഇവർ മാത്രമല്ല, ഇവർ 2 പേരും എൻ്റെ കൂടെ നിൽക്കുന്നത് കൊണ്ട് ഞാൻ ഇവരെ മെൻഷൻ ചെയ്തു എന്നേ ഉള്ളൂ. ഇതിലും കൂടുതൽ ആളുകൾ നമ്മുടെ കൂടെ ഉണ്ടാവും. അതും ചെറിയൊരു പ്രണയം, ഫ്രണ്ട്ഷിപ്പ് ബോണ്ടിങ് കാണിക്കുന്ന ഒരു സ്റ്റോറിയാണ്. സ്റ്റോറി നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെയാണ്. റൈറ്റിംഗ് കാര്യങ്ങളൊക്കെ നമ്മൾ അതിൻ്റെ ഫസ്റ്റ് ഡ്രാഫ്റ്റ് കഴിഞ്ഞു. അതാണ് നമ്മുടെ പുതിയ പ്രോജക്റ്റ്. അതിന് പുറമെ എൻ്റെ തന്നെ ഡയറക്ഷനിൽ വരുന്ന വേറൊരു ചെറിയൊരു മൂവി ഞാൻ പറഞ്ഞില്ലേ പോസ്റ്റ് പ്രൊഡക്ഷൻ സൈഡിൽ നിൽക്കുകയാണ്. അതിലൊരു സോങ്ങും ഒരു ഫൈറ്റും കൂടെ എടുക്കാനുണ്ട്. അത് ഈ വർഷം തന്നെ നമ്മൾ റിലീസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതൊരു എൻ്റർടൈൻമെൻറ്റ്. അതും ഈ പറഞ്ഞ പോലെ നടന്ന ഒരു കഥയാണ്. ആ നടന്ന കഥയിൽ സിനിമാറ്റിക് രീതിയിൽ ഞങ്ങൾ ചില ചേഞ്ചസ് ഒക്കെ വരുത്തി ആർക്കും പ്രശ്നമില്ലാത്ത രീതിയിൽ നല്ലൊരു എൻ്റർടൈൻമെൻ്റ് ആക്കിയിട്ട് ഒരു കല്യാണമാണ് സബ്ജക്റ്റ്. അത് നമ്മളിപ്പോൾ റിലീസ് ചെയ്യും ഈ വർഷം തന്നെ. അത് ഈ പറഞ്ഞ പോലെ ഓൺ പ്രൊഡക്ഷൻ ആയതുകൊണ്ടും ഈ ഹെൽത്ത് ഇഷ്യൂസ് കാരണം എൻ്റെ ഒരു നല്ലൊരു ജോലി എനിക്ക് നഷ്ടപ്പെട്ടതുകൊണ്ടും എൻ്റെ ഫണ്ട് എനിക്ക് ഇതാക്കിയിട്ടില്ല. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് മുഖാന്തരം ഒരാൾ നമ്മളെ ഹെൽപ്പ് ചെയ്യാം. അപ്പോൾ അവർക്ക് ബിസിനസ്സാണ്. അപ്പോൾ ബിസിനസ്സിന് വേണ്ട കാര്യങ്ങളൊക്കെ ഞങ്ങളിവിടെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമ്മൾ വിഷു കഴിഞ്ഞാൽ അതിൻ്റെ ബാക്കി ഫിനിഷിങ് കാര്യങ്ങളിലേക്ക് കയറുകയാണ്. ഇതാണ് എൻ്റെ പുതിയ 2 പ്രൊജക്റ്റിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ നമ്മൾ എന്താ പറയുക, ഈ പറഞ്ഞ പോലെ അലനെയാണെങ്കിലും അഭിലാഷ് ഓൾറെഡി ആർട്ടിസ്റ്റാണ്, പ്രൊഫഷണലായിട്ട് ആൾ ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട്
ആളുടെ ഭാഗത്തുനിന്ന് എനിക്ക് ടെൻഷൻ ഇല്ല. കാരണം ആള് നന്നായി ചെയ്യും, പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ എന്നറിയാം. അലനെ മാത്രമാണ് എനിക്കിത്, കാരണം അലന് ആഗ്രഹമുള്ളത് കൊണ്ട് പറഞ്ഞാൽ അത് ചെയ്ത് തരും, ഒരു ഔട്ട്പുട്ട് എനിക്ക് കിട്ടും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. അതിന് പുറമെ ഇനിയും ആൾക്കാരുണ്ട് കേട്ടോ. അത് നമുക്ക് ഇനി നമ്മുടെ സിനിമയുടെ മാത്രമായിട്ട് ഒരു ഇതിലേക്ക് നമുക്ക് വേറെ വരാം. അത് ഞാൻ അധികം വൈകാതെ നമുക്ക് വിഷു കഴിഞ്ഞിട്ട് നമുക്ക് ആ ഫുൾ ക്രൂ ആയിട്ട് നമുക്കൊന്ന് ഇരിക്കാം. നമ്മൾ അവാർഡ് കിട്ടിയ വർക്കിന്റെ ഫുൾ ക്രൂവിന് നമുക്ക് അതിന്റെ കൂടെ വരാം. പിന്നെ എന്റെ കല്യാണം പറഞ്ഞ വർക്കിന്റെ ഫുൾ ക്രൂ ആയിട്ട് നമുക്ക് വേറൊരു ഇത് നമുക്കൊന്ന് പ്ലാൻ ചെയ്യണം. അത് ഞാൻ അപ്പേക്ക് ഇവരൊക്കെ അപ്പൊ വേറെ പറയുമ്പോൾ എങ്ങനെയുണ്ട് അപ്പൊ അഭിനയിച്ചിട്ട് എങ്ങനെയുണ്ട് എന്നുള്ളത് ഞാൻ പറഞ്ഞു. അല്ല വേറെ കാര്യങ്ങൾ പറയാം, അഡ്വാൻസ് ആശംസകൾ നേരുന്നു. കാരണം ഇത് ഒരു കഷ്ടപ്പാടിന്റെ വിജയമാണ്. കാരണം ഒരുപാട് വെളി പറയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ടാവും ഇവിടം വരെ എത്താൻ വേണ്ടി സിനിമയുടെ പിന്നില് അല്ലെ ഒരുപാട് കാര്യങ്ങളുണ്ടാവും. കാരണം അത് മുന്നിലേക്ക് എത്തട്ടെ, ജനങ്ങൾ കാണട്ടെ, ആ സിനിമ കണ്ട് ഇനി നല്ലൊരു സിനിമ വീണ്ടും വീണ്ടും നല്ല സിനിമയായിട്ട് വരാൻ പ്രാർത്ഥിക്കുന്നു. പലിൻ ജോസ് പെരേരയുടെ നല്ലൊരു നടനെ നമുക്ക് ഈ ഒരു ഇതിലൂടെ കാണാൻ പറ്റട്ടെ. ഒരു കാര്യം കൂടി പറയണം, ചേച്ചി പറഞ്ഞൊരു കാര്യം, അനുഭവം ചേച്ചി പറഞ്ഞപ്പോൾ ഞാൻ പറയണം. കാരണം എനിക്കൊരു അനുഭവം ഉണ്ടായതാണ്, സിനിമയല്ല. ഇപ്പൊ ചേച്ചിയുടെ മകന്റെ ഒരു കാര്യം പറഞ്ഞു തന്നല്ലോ. കാരണം കുറച്ച് പിള്ളേരൊക്കെ വന്ന് ഉപദ്രവിച്ചത്. ഞാൻ എന്റെ വീടിന്റെ അടുത്ത് പോയപ്പോ തർബീത് സ്കൂളിന്റെ അടുത്ത് ഇങ്ങനെ കുറച്ച് കുട്ടികളോട് ഭയങ്കര തല്ല്. അപ്പൊ ഞാൻ ചെന്ന് പിടിച്ചു മാറ്റപ്പെടുന്ന ഈ ചക്കപ്പഴത്തിലൊക്കെ ഈച്ച പൊതിയില്ലേ, മുളഞ്ഞില്ലേ, എന്നെ ഇങ്ങനെ ഇങ്ങനെ ഇട്ട് പിടിക്കും, നമുക്ക് അനങ്ങാൻ പറ്റാത്ത രീതി. കാരണം ഇപ്പോഴത്തെ ജനറേഷൻ അതാണ്. അതായത് പുറത്ത് അപ്പൊ ആ ഒരു കൊച്ചു പയ്യനിട്ട് ചവിട്ടുക. അപ്പൊ ഞാനൊന്നും നോക്കിയിരുന്നില്ല. ഞാൻ അപ്പുറത്തേക്ക് ഒരു ഇക്ക ഓടി വന്നു, ഒരു കമ്പ് എടുത്തുകൊണ്ട്. അപ്പുറത്തേക്കുമാര് വിട്ടുപോയി. അവിടെ അടുത്തുള്ള ഒരു ഇക്ക വന്നിട്ട് രണ്ടാമാർക്കൊരു തല്ലും വെച്ച് കൊടുത്തു. എന്ന് വെച്ചാൽ ആ കൊച്ചു അത്തുപോയാലോ, ആ രീതിയാണ്. പിന്നെ പറഞ്ഞു വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉച്ച സമയങ്ങളിൽ ഞങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐസും കട്ടയൊക്കെ ഫ്രിഡ്ജിൽ വെച്ചാണ് വാങ്ങാനും ബദാങ്ക ഇല്ലേ അതൊക്കെ എടുക്കാനൊക്കെ പോയിക്കൊണ്ടിരുന്നത്. പിന്നെ സിനിമാ പടം, ദേവാസുരത്തിന്റെ ഒക്കെ പടം കിട്ടുന്നത് വീട്ടിൽ കൊണ്ട് ഒട്ടിക്കാൻ വേണ്ടി ചോറും പൊതി കിടന്ന് കിട്ടും, ഓഫാബി പടമൊക്കെ ഇല്ലേ. അപ്പൊ അങ്ങനെയായിരുന്നു അന്ന്. ഇതേപോലെ വാട്സപ്പോ ഫേസ്ബുക്കോ ഒന്നുമില്ല. ഇപ്പോഴത്തെ സിനിമകൾ തന്നെ കണ്ടില്ലേ, വെട്ടും കുത്തും അല്ലെ വരെ. അതൊക്കെ കണ്ടാണ് ജനങ്ങൾ പഠിക്കുന്നത്. മയക്കുമരുന്നൊക്കെ കഴിക്കണം എന്ന രീതിയാണ് സിനിമയിൽ കാണിക്കുന്നത്. പക്ഷെ സിനിമയിൽ കാണിക്കുന്ന മയക്കുമരുന്നാണെങ്കിലോ ഗ്ലൂക്കോസ് പൊടിയോ അല്ലെങ്കിൽ അതുപോലത്തെ സാധനങ്ങൾ, വൈറ്റമിൻസ്, അത് കണ്ടിട്ടാണ് ജനങ്ങൾ ഇപ്പൊ തലമുറ വരുന്നത്. അത് ഒരിക്കലും ഒരു സിനിമ എന്റർടൈൻമെന്റ് ആയിട്ട് മാത്രം എടുക്കാൻ പാടുള്ളൂ. ഇത് ഒരിക്കലും ഒരാളുടെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രചോദനം നൽകുന്ന എന്തോരം സിനിമകൾ ഇന്ന് മലയാളത്തിൽ അതെന്താ ആരും എടുക്കാത്തത്? ഇപ്പൊ നമ്മുടെ മുന്നിൽ ജീവിച്ചു മരിച്ച ഒരു മഹത് വ്യക്തിയുണ്ട്, മഹാത്മാഗാന്ധി. നമ്മളോട് പറഞ്ഞത് ഒരു കരണത്ത് അടിച്ചാൽ ഇവിടെ ഒരു കരണത്ത് അടിക്കണ്ട, കയ്യൊന്ന് വളരെ നല്ല അഭിപ്രായം. സിനിമയെ സിനിമയായിട്ട് അതൊക്കെ സ്വന്തം പല്ലിയുടെ കുത്തി മണപ്പിക്കുക, അത്രേ ഞാൻ പറയുന്നുള്ളൂ. കാരണം എന്താന്ന് അല്ല, ഞാൻ ആദർശല്ലേ, ഞാൻ ആദർശനോട് ഒരു ചോദ്യം ചോദിക്കട്ടെ. ഞാൻ പൊതുവായിട്ട് ഇവിടെ നിന്ന് കുറെ കാര്യങ്ങൾ പറഞ്ഞു. ഇങ്ങനെ ആദ്യം പറഞ്ഞൊരു ഡയലോഗ് എന്താ, ഇത് എന്നെ കുറിച്ചാണ്, എന്നെ മാത്രമാണ് എന്ന് സ്വയം കുറ്റേറ്റെടുത്തത് എന്റെ കുറ്റാണോ? ഞാൻ അഭിലാഷ് ആട്ടായാണ്, അല്ല അഭിലാഷ് ആട്ടായാണ് അതിന്റെ പ്രശ്നം. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു എന്നെ കുറെ പേര് ചേർന്ന് പീഡിപ്പിച്ചു, അഭിലാഷ് ഏറ്റെടുക്കുകയാണ്, അത് ഞാനാണ്. ഞാൻ അഭിലാഷാണ് എന്നെ പീഡിപ്പിച്ചെന്ന് ഞാൻ പറഞ്ഞോ? അപ്പൊ അത് ഏറ്റെടുത്തത് ആരാ? ഇപ്പൊ ചേച്ചി പറഞ്ഞല്ലോ, ഇപ്പൊ മറ്റേ നമ്മുടെ ഷോർട്ട് ഫിലിംസ് അങ്ങനെ കണ്ടിട്ട് വലിയ മറ്റേ അഭിനയം കണ്ടിട്ടില്ലെന്ന് പറഞ്ഞല്ലോ. അപ്പൊ അതിനെ പറ്റി ഞാൻ പറയാം. അത് ഇപ്പൊ എന്തുകൊണ്ടാണ് ഞാൻ ചെയ്ത വർക്കുകൾ മറ്റേ പേര് എല്ലാരും കറക്റ്റ് ആയിട്ട് പറയില്ല. പക്ഷെ എന്തായാലും ഒരു ഷോർട്ട് ഫിലിം ഓരോ പേരുണ്ടല്ലോ. ഇപ്പൊ ഒരു ദിവസം ലുലുമാള ഇരിക്കുകയായിരുന്നു. ലുലുമാള ഇരുന്നപ്പോ ആറട്ടന്റെ ഫോണിലേക്ക് ഒരു കോള് നോക്കിയപ്പോ വിനയ് ഫോട്ടോ വിളിച്ചു. കറക്റ്റ് കാര്യം വിട്ടാ, പുള്ളി പറയാന്നറിയില്ല, എന്നാലും വിളിച്ച കാര്യം പറയാം. അപ്പൊ ഒരു ദിവസം ഇവനോട് ടിനി ടോം നിന്നെ വിളിച്ചോ? സത്യം പറ. അല്ലല്ല, ഞാൻ അങ്ങോട്ട് വിളിച്ച. എന്റെ പൊന്നലനെ, നീ അത് ഇത് ആറട്ടെണ്ണം വിളിച്ച, ആറട്ടെണ്ണം അങ്ങോട്ട് വിളിച്ച, ആറട്ടെണ്ണം അങ്ങോട്ട് വിളിച്ച വിനയ് ഫോട്ടോ. അപ്പൊ ആറട്ടെണ്ണം അങ്ങോട്ട് വിളിച്ച. സത്യം പറ, അപ്പൊ വിനയ് ഫോട്ടോ പറഞ്ഞു, താങ്കള് മറ്റേ ചെയ്യുന്നുണ്ടല്ലേ, കാണുന്നുണ്ട്. കാരണം താങ്കൾ ഈ കാണിക്കുന്ന അതല്ല, താങ്കൾ കാണിക്കൊന്നും അല്ല താങ്കൾ മനസ്സിലാക്കണം പറയുന്നത്. കാരണം മറ്റേ ആറട്ടെണ്ണ ഒരു പെണ്ണുമായിട്ടൊരു ഷോർട്ട് ഫിലിം കണ്ടെന്ന് പറഞ്ഞു. അതില് അത്യാവശ്യം ചെയ്യും പറ്റുമെന്ന് എന്നോടാ വിളിച്ചത്. എനിക്ക് പേര് പറഞ്ഞില്ല, പേര് പുള്ളിക്ക് അറിയില്ല എന്ന് പറഞ്ഞു. നടിനേറ്റാണെന്ന് ചോദിച്ചപ്പോ പേര് അറിയില്ല. ആറട്ടെണ്ണ ഒരു പെണ്ണുമായിട്ടുള്ള ഒരു സീക്വൻസ് ഒക്കെ ഉള്ള സാധനം കണ്ടു, റൂം ബോയ് ആയിട്ടുള്ള സാധനം.
അപ്പൊ അത് കണ്ടിട്ട് വിനയ് ഫോർട്ട് എന്നുള്ള രീതിയിൽ പ്രശംസിച്ച് കൊള്ളാം, തങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റും. ഇന്റർവ്യൂ ചെയ്യാൻ അല്ല, അപ്പൊ എന്തായാലും നമുക്ക് ഈ ഒരു സിനിമ ഇറങ്ങി കഴിയുമ്പോൾ നമുക്ക് നോക്കാം. അല്ല ഞാനേ ആദർശേ ഇവരെ കുറിച്ച് ഒരു കാര്യം നമ്മൾ ഇവരോട് സംസാരിക്കാൻ വരുമ്പോ ഇവരാരാന്ന് ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കണം. അത് ശരിയാ. അതറിയാതെ ഞാൻ ഇവരോട് വന്നിട്ട് അലൻ ആരാ അഭിലാഷ് ആരാന്ന് ചോദിച്ചിട്ട് കാര്യമില്ല. ഞാൻ പറഞ്ഞില്ലേ അലനെ ഉപയോഗിക്കുന്നത് അലിയേട്ടന്റെ പെണ്ണാൻസി നിഷ ഇടുക്കി പ്രൊഡ്യൂസ് ചെയ്ത ഒരു വർക്ക്, നിഷ ഇടുക്കിയുടെ ഒരു വർക്ക്. എല്ലാ കാര്യം പറയാം. ഇവനെ അഭിനയിക്കാൻ അറിയില്ല എന്നല്ലല്ലോ ഞാൻ വന്നത്. ചെയ്തത് കുറ്റുമ്പന്റെ അല്ല, ഇവനെ വെച്ച് ചെയ്യുന്നത് ആരാണോ. ഞാൻ ഡയറക്ടർ ആണെങ്കിൽ എന്റെ കഥാപാത്രം എങ്ങനെ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു കൊടുക്കണം. അത് പറഞ്ഞു കൊടുക്കാതെ ഒരു സ്ഥലത്ത് ക്യാമറ വെച്ചിട്ട് അല്ലെ ഇതാണ് എനിക്ക് ഇഷ്ടമുള്ളത് പോലെ അഭിനയിച്ചോ പറഞ്ഞാൽ നമ്മൾ എന്താണെന്നുള്ളത് നല്ലൊരു ആളുണ്ടെങ്കിൽ അത് ഞാൻ പറഞ്ഞത് സന്തോഷ് സാറിന്, സന്തോഷ് പണ്ഡിറ്റ് എന്ന് പറയുന്ന ഡയറക്ടർ മാസ്റ്റർ പീസ് എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിച്ചു. എന്താ രസം. അദ്ദേഹം ചെയ്തിട്ടുള്ള ഓൺ ഡയറക്ഷൻ ഓൺ പ്രൊഡക്ഷനിൽ വരുന്ന സിനിമയും ഈ മാസ്റ്റർ പീസ് എന്ന് പറഞ്ഞ സിനിമയിലും അദ്ദേഹം ചെയ്ത അഭിനയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് പറഞ്ഞത്. കിട്ടേണ്ട അത്രയും ആളുടെ കയ്യിൽ കിട്ടിയപ്പോ ആള് ശരിക്കും ഒരു ആർട്ടിസ്റ്റ് എന്നല്ല, കാലക്കിലേ, അതാണ് പറഞ്ഞത്. അതേപോലെയുള്ള മുതലുകളാണ്. ഇതിനെ ഞാൻ കണക്കാക്കൂല. സന്തോഷന്റെ പടത്തിൽ അഭിനയിക്കേണ്ട വലിയൊരു ഭാഗ്യമായിട്ട് കൂട്ടാ. സെറ്റില് പെരേര ഉണ്ടായിരുന്നു, നിഷ ഇടുക്കി ഉണ്ടായിരുന്നു, അടുത്ത പടത്തില് ഇവർക്ക് ചാൻസ് ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പം എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വലിയൊരു ആഗ്രഹമായിരുന്നു പുള്ളിയുടെ ഒരു പടത്തിൽ ചെയ്യണം എന്നുള്ള വലിയൊരു ആഗ്രഹമായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു എടാ നിനക്ക് പറ്റിയ സംഭവം ഉണ്ട് എന്ന് പറഞ്ഞു. പക്ഷെ അദ്ദേഹം ഷൂട്ട് ചെയ്യണമെന്ന് കോഴിക്കോട് അപ്പുറമൊക്കെ ആയിരിക്കും ഷൂട്ട്, നമ്മളവിടെ അത്രയും ലോങ് ചെല്ലണം. പക്ഷെ നമുക്ക് നല്ലൊരു അനുഭവമായിരുന്നു പുള്ളിയുടെ ആ വർക്കുകൾ. ഒരു ചിട്ടയാണ്, രാവിലെ ഷൂട്ട് തുടങ്ങി കറക്റ്റ് സമയത്ത് ഷൂട്ട് പാക്കപ്പ് ആവും അങ്ങനെ. അപ്പൊ ഇയാളെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഡബിങ്ങിന് ചെല്ലണം എന്ന് പറഞ്ഞു. അപ്പൊ അതൊക്കെ നമുക്ക് വലിയൊരു ഭാഗ്യമായിട്ട് കൂട്ടണം. കാരണം ഒരു സിനിമയുടെ മെയിൻ ഡയറക്ടറാണ്, പിന്നെ ഫസ്റ്റ് അതിന്റെ സ്ക്രിപ്റ്റ് റൈറ്ററും. ആ സ്ക്രിപ്റ്റ് റൈറ്ററുടെ മൈൻഡിലുള്ള ഓരോ കഥാപാത്രങ്ങളും ഡയറക്ടറുടെയും കൂടെ കേറുമ്പോഴാണ്, എന്നിട്ട് അത് ഒരു ആർട്ടിസ്റ്റിലേക്ക് കൊടുക്കുമ്പോഴാണ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് വരിക. അത് എല്ലാവരും അങ്ങനെ ചെയ്യണം എന്നുണ്ടെങ്കിൽ അവര് അത്രത്തോളം എക്സ്പീരിയൻസ്ഡ് ആയിരിക്കണം. എനിക്ക് എക്സ്പീരിയൻസ് തന്നിട്ടുള്ളത് എന്താണ് ഈ പറഞ്ഞ പോലെ വളരെ കുറച്ച്. നമ്മൾ കപിൽ സാറ് എത്രയോ ലിജൻഡ് ആയിട്ടുള്ള ഒരു അസോസിയേറ്റ് ആയിട്ടും അദ്ദേഹം ആക്ടിങ് ട്രെയിനറൊക്കെയാണ്. അദ്ദേഹത്തിന്റെ പോലെയുള്ള ഒരാളുടെ കീഴിൽ നിന്നാണ് ഞാൻ കുറച്ചും കൂടെ സിനിമ എന്താന്നുള്ളത് വ്യക്തമാക്കി പഠിച്ചത് ഒരു 3-4 വർഷം കൊണ്ടാണ്. അതിനു മുമ്പൊന്നും എനിക്കും ഈ പറഞ്ഞ പോലെ അറിയില്ല. ഞാനും ഈ പറഞ്ഞ പോലെ തന്നെയൊക്കെ ആൾക്കാരായിരുന്നു. കാരണം ഞാൻ അന്നൊന്നും ഡയറക്ഷൻ ചെയ്തിട്ടില്ല. അസോസിയേറ്റ് ആയിട്ടും അസിസ്റ്റന്റ് ആയിട്ടും ഓൾ ഇൻ ഓൾ ഒക്കെ ആയിട്ടാണ് വർക്ക് ചെയ്തിട്ടുള്ള പരിചയം എനിക്ക് കൂടുതലുണ്ടായിരുന്നത്. അങ്ങനെ ഒരു കോർഡിനേഷൻ കപ്പാസിറ്റി എനിക്ക് കിട്ടി. അതിൽ നിന്ന് പിന്നെ പതുക്കെയാണ് ഞാൻ ഡയറക്ഷനിലേക്ക് കയറി. റൈറ്റിംഗ് ചെറുപ്പം മുതലേ എഴുതും എന്നുള്ളത് കൊണ്ട് റൈറ്റിംഗ് സൈഡിൽ ഞാൻ എപ്പോഴും നിൽക്കുമായിരുന്നു. സ്ക്രിപ്റ്റ് എഴുതാൻ പഠിച്ചു, പിന്നെയാണ് ഡയറക്ഷൻ സൈഡിലേക്ക് വന്നത്. ഇപ്പോൾ ഞാൻ ഇന്ന് പറയുന്ന ഡയറക്ടറുടെ മൈൻഡിൽ കെടുക്കുന്നത് എൻ്റെ മാത്രം ഒരു അതൊരിക്കലും എന്താണ് ആദർശിന്റെയോ അഭിലാഷിന്റെയോ അലന്റെയോ ആയിരിക്കില്ല. എൻ്റെ കഥാപാത്രം എങ്ങനെ പ്രസന്റ് ചെയ്യണമെന്ന് ഞാൻ അലന് ഞാനൊരു കഥാപാത്രം കൊടുത്തു. അലൻ അത് ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുത്ത് അലൻ ചിലപ്പോൾ അത് ചെയ്തെടുക്കാൻ അവൻ 2 കാര്യമുണ്ട്. ഡെഡിക്കേഷൻ, അത് അവനുണ്ടെങ്കിൽ അവനത് കറക്റ്റായിട്ട് അത് ഉണ്ടെന്ന് എനിക്കൊരു തോന്നലുള്ളത് കൊണ്ടാണ് ഒരെണ്ണം ഞാൻ നോക്കാം. കാരണം പാവാണ്. എന്തൊക്കെ ആരൊക്കെ എയറിൽ കയറ്റിയാലും ആരൊക്കെ എന്തൊക്കെ തെറി പറഞ്ഞാലും അവൻ പാവാണ്. കാരണം അവനെ വെച്ച് ആൾക്കാർ മുതലെടുത്തിട്ടുള്ളതായിരിക്കാം കൂടുതലും. ഈ അഭിലാഷൊക്കെ വന്നതിന് ശേഷമാണ് കുറച്ചും കൂടെ അവന് ഇതായിട്ടുള്ളത്. അതുവരെയൊക്കെ ഇവനെ നന്നായിട്ട് എയറിൽ കയറ്റിക്കൊണ്ടിരുന്ന ആൾക്കാരാ. അത് ഞാൻ പറഞ്ഞേ, എന്റെ കുടുംബം, എന്റെ മകനാണെങ്കിലും എന്റെ സഹോദരങ്ങൾക്കൊക്കെ ആണെങ്കിലും ഇവരൊക്കെ ഭയങ്കര കാര്യമായിട്ടുള്ളതാ. പിന്നെ ഞാൻ ഇന്റർവ്യൂവിന് പോവാണ്, ഞാൻ ജോലി സ്ഥലത്തു നിന്നാണ് വരുന്നത്. ഇന്റർവ്യൂവിന് പോവാണെന്ന് പറഞ്ഞപ്പോ തന്നെ എന്റെ മകൻ എന്നോട് ചോദിച്ചു, ആരമ്മ? അലൻ ജോസാ. ശരി. അവന് ഇഷ്ടമല്ലാത്തൊരു കാര്യം ഞാൻ ഇതുവരെ ചെയ്യില്ല. അഭിലാഷിനൊക്കെ അറിയാവുന്നത് കൊണ്ട് എന്റെ ഫാമിലി, എനിക്ക് എന്റെ സിനിമ എന്റെ ഫാമിലിയാ. കാരണം എന്റെ ഫാമിലി സപ്പോർട്ടിലാണ്. എന്റെ മകനാണ് പ്രൊഡക്ഷൻ മാനേജറും എല്ലാം. ഒരു സ്ക്രിപ്റ്റ് എഴുതാനിരിക്കുമ്പോൾ ഞാൻ അവനോട് ഡിസ്കസ് ചെയ്യുമ്പോൾ അവനിൽ നിന്ന് ഇന്നത്തെ ആൾക്കാർ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ നമുക്ക് കിട്ടുന്നതും കൂടെ ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ ഓരോ വർക്കൗട്ടും ചെയ്യുക. ഒരു കാര്യം വേണ്ടേ, ഇപ്പൊ മാഷ് പറഞ്ഞ പോലെ, അനുപമ മേഡം പറഞ്ഞ പോലെ, ഒരു കാര്യത്തില് ഇപ്പൊ ഇവനെ എന്നെ കൂട്ടുകൂടി വരുന്നത് എന്താണെന്നറിയും. ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, മമ്മൂക്കായുടെ ഒരു വിഷയം ഉണ്ടായ സമയത്ത് ഇവനെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ലായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടെ ഒരു ഫോട്ടോ എടുക്കാൻ പോലും എല്ലാവർക്കും മടിയായിരുന്നു. വരെ ആ സമയത്ത് എല്ലാവരും, ഇപ്പൊ ഒരുപാട് കൂട്ടുകാരുണ്ട്. ആ സമയത്ത് നമ്മൾ ചങ്കൂറ്റം പോലെ നമ്മൾ കൂടെ നിന്ന് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൽ അറിയാമായിരുന്നു ഇവൻ നിരപരാധിയാന്നുള്ളത്. ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് കുറെ കുറെ ആളുകൾ ചേർന്ന് ഈ പാവത്തിന്റെ അവര് പറഞ്ഞ വോയിസ് അവര് ഡിലേറ്റ് ആയി കളഞ്ഞു. മമ്മൂക്കാനെ അതിലും ഇതായിട്ട് മോശമായിട്ടാണ് അമ്മമാര് പറഞ്ഞ വോയിസ്.
അപ്പൊ ഇവൻ അന്നേരം പടം ആ സിനിമ കാണണം എന്നുള്ളൊരു വാശി കൊണ്ട് അവൻ അറിയാണ്ട് പറഞ്ഞു പോയതാണ്, ഞാൻ എന്തായാലും പോയി കാണാം, ആര് പറഞ്ഞാലും ഞാൻ പോയി, അത് മമ്മൂക്കയല്ല എന്ന് പറഞ്ഞപ്പോ കൂട്ടത്തിൽ പറഞ്ഞു ഒരു വാക്കാണ്. അപ്പൊ ഞാൻ അല്ല അതില് വേറെ കാര്യമുണ്ട്. ഇവര് ചിലപ്പോ നമ്മള് വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിച്ചില്ലെങ്കിൽ അങ്ങനത്തെ കുറെ അബദ്ധങ്ങൾ ഇവന്റെ വായിന്ന് വീഴാറുണ്ട്. അപ്പൊ ഇപ്പോഴും അങ്ങനത്തെ ഒരു അബദ്ധം അവന്റെ വായിന്ന് വീണു. ചിന്തിച്ചിട്ട് വേണം നമ്മൾ ഓരോ. അപ്പൊ ആ സൗഹൃദം വന്നപ്പോഴേ എന്റെ മെസ്സഞ്ചറിലും എന്റെ ഫോണിലും ഒരുപാട് പേര് വിളിക്കാറുണ്ട്, ഞങ്ങൾ കണ്ണൂരിൽ നിന്ന് കോഴിക്കോട് നിന്ന് വരുവാണ്, അവിടെ കണ്ടാ വിട്ടും മാടയാണ് പോലെ. ഞാൻ പറഞ്ഞു മാഷ ധൈര്യമായിട്ട് പോരും, ഒരു കുഴപ്പമില്ല, മനസ്സിലായില്ലേ, അതായത് നിങ്ങൾ വരാൻ ഞങ്ങള് ദൂരെയും പോകണില്ല, ഇവിടെ തന്നെ ഉണ്ട്, ഒരു കുഴപ്പമില്ല, ധൈര്യമായിട്ട് പോരെന്ന് പറഞ്ഞു. എന്നെ ആയിരുന്നു വിളിക്കണം, എന്റെ ഫോണിലേക്ക് വിളിച്ച് എടുക്കത്തില്ല എന്ന് പറഞ്ഞു. ചിലവര് ഇപ്പൊ നല്ല സൗഹൃദമായി. അതായത് അന്ന് ഇങ്ങനെ പറഞ്ഞ ആൾക്കാർ ഇപ്പൊ ബ്രോ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുമ്പോ നമുക്കൊരു സന്തോഷമുണ്ട്. മനുഷ്യരാണ്. അടുത്തറിഞ്ഞാലാണ് മനസ്സിലാവുന്നത്. ദൂരെ നിന്ന് നോക്കുമ്പോ ആദർശ് എന്തെങ്കിലും ഇത് കാണിച്ചിട്ടുണ്ടാവും. എനിക്ക് ആദർശിന് ഒരു പരിചയമില്ലെങ്കിൽ നമുക്ക് സ്വാഭാവികമായിട്ട് ദേഷ്യം വരും. അടുത്തറിഞ്ഞു ഇവിടെ വന്ന് കണ്ടു, ഇവരുമായിട്ട് സംസാരിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇവൻ ഈ കാണുന്നതൊന്നും അല്ല ഈ അലൻ, അതൊരു പാവാണ്, ഇതിനേക്കാളും ഡേഞ്ചർ ആണ് ചിലപ്പോ. സന്തോഷം തന്നൊരു കാര്യം പറയട്ടെ, അതായത് ഫേക്ക് ഐഡിയിൽ വന്ന് എന്നെ തെറി പറഞ്ഞുകൊണ്ടൊരു വ്യക്തി ഉണ്ടായിരുന്നു. ഫേക്ക് ഐഡിയിൽ ഞാൻ പുള്ളിയോട് പറഞ്ഞു നിങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഞാൻ തെറി പറഞ്ഞതെന്നൊക്കെ പറയുമ്പോൾ പുള്ളി വീണ്ടും തെറി വിളിക്കാറ്. അപ്പൊ ഞാൻ മെസ്സഞ്ചറിൽ ഒരു ദിവസം പുള്ളിയോട് പറഞ്ഞു, മാഷേ എന്താണ് നിങ്ങൾക്ക് പ്രശ്നം, എന്ന് നേരിട്ട് കാണാൻ കാണാം, എന്റെ നമ്പർ ഇതാന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തപ്പോൾ പുള്ളി എന്തോ ഒരു മനസ്സിൽ പുള്ളി ഒരു ബ്രോ നിങ്ങളെ കോപ്രായങ്ങൾ കണ്ടുകൊണ്ടാ പറഞ്ഞു ക്ഷമിക്കുക എന്ന് പറഞ്ഞ പുള്ളിയുടെ സ്ഥലവും അഡ്രസ്സും ഒരു ദിവസം പുള്ളി വിളിച്ചേക്കുക. വിളിച്ചിട്ട് പുള്ളിയുടെ മക്കളെ പരിചയപ്പെടുത്തുന്നു, വൈഫിന്റെ ഫോൺ കൊടുക്കുന്നു. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമായി പോയി, കാരണം എന്നെ പച്ച തെറി വിളിച്ചുകൊണ്ടിരുന്ന വ്യക്തിയാന്ന് പറഞ്ഞു. അപ്പൊ നമ്മളായിട്ട് പരിചയം കൂടി കഴിഞ്ഞപ്പോ മാഷ് പറഞ്ഞ പോലെ പിന്നീട് നല്ല സൗഹൃദം. പറഞ്ഞല്ലോ ഇപ്പൊ മറ്റേ മമ്മൂക്കാന്റെ ഒരു സംഭവം, മറ്റേ ടർബോന്റെ ദിവസമാണ് ഒരു സംഭവം ഉണ്ടായത്. അത് കഴിഞ്ഞിട്ട് ഒരുപാട് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ഫാൻസുകാരെ മീറ്റ് ചെയ്തിരുന്നു. കാരണം നമ്മുടെ വല്യേട്ട റിലീസ് ചെയ്ത സമയത്ത് മറ്റേ ലേഡി ഫാൻസ് ഉണ്ട് മമ്മൂക്കക്ക്. അപ്പൊ അവര് വന്നിട്ട് പറഞ്ഞു നിന്നെ ആ റിലീസ് ദിവസം കിട്ടിയിരുന്നെങ്കിൽ പൊന്നുമോനെ നിന്നെ അടിച്ചു കൊന്നാനേന്ന് പറഞ്ഞു. പക്ഷെ പിന്നെ കുഴപ്പമൊന്നുമില്ല, തന്നെ ആൾക്ക് മനസ്സിലായി നീ പാവങ്ങളൊന്നും പിന്നെ മനസ്സിലായെന്ന് പറഞ്ഞു. അടിച്ചു കൊല്ലാൻ അതിനൊരു തെറ്റ് നീ ചെയ്തല്ല, പറഞ്ഞൊരു വാക്ക് അല്ലേ കാരണം എന്ന് വെച്ചാൽ അത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അങ്ങനെ എന്തെങ്കിലും ചെയ്യണം മമ്മൂക്കായ ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ ദേഷ്യം പറഞ്ഞു ആണോ അല്ലയോ. ഈ പറഞ്ഞ ഫാൻസുകാരോ ആരുമില്ല, ഈ മമ്മൂക്കായ ലാലേട്ടൻ എന്ന് പറഞ്ഞ കൂട്ടുകാരാ. ഈയിടെ ഒരു അസുഖം വന്നപ്പോ ശബരിമലയിൽ പോയി പ്രാർത്ഥിച്ചാരാ ലാലേട്ടൻ. ഈ ഫാൻസുകാരെ തമ്മിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മമ്മൂക്ക കൊള്ള ലാലേട്ടൻ കൊള്ളാന്ന് പറഞ്ഞത്. അവരെ പ്രണവും ദുൽഖറായിട്ട് കൂട്ടാം, സുചിത്രയും മറ്റേ വൈഫ് മറ്റേ മമ്മൂക്കയുടെ വൈഫ് സുൽഫത്തോ അയിത്തായിട്ട് അവര് സുരേഷ് ഗോപിച്ചേട്ടന്റെ കല്യാണത്തിന് ഇവരെല്ലാം ഒരുമിച്ചാ വന്നത്. അവരെ സൗഹൃദം അങ്ങനെയാ. ഇത് മമ്മൂക്കയായിട്ട് ഒരു തമാശയായിട്ടേ എടുക്കുള്ളൂ. കാരണം ഒരു പുള്ളി വന്നിട്ട് ദുൽഖറിനെ മമ്മൂക്കാനെ മരിച്ചു കിട്ടുമെന്ന് പറഞ്ഞ് വീഡിയോ ഇട്ടപ്പോഴല്ലോ മമ്മൂക്ക അതുകൊണ്ട് ചിരിക്കുകയത്. അല്ലെങ്കിലും അത് അങ്ങനെ തന്നെയാണ്. ഇതിന്റെ അകത്ത് കിടന്ന് അടി ഉണ്ടാക്കുന്നത് വേറെ ആൾക്കാരാ, ഒരു ബന്ധമില്ലാത്ത ആൾക്കാരെ അടി ഉണ്ടാക്കുന്നത്. ഞങ്ങൾ സഹോദരങ്ങളെ പോലെ റിലേഷൻഷിപ്പ്. പക്ഷെ നമ്മളുടെ ആൾക്കാർ നോക്കിക്കോളൂ, നിങ്ങൾ ഈ വീഡിയോ ഇട്ട് നോക്കൂ, ഇതിന്റെ അടിയിൽ വന്ന് തെറി വിളിക്കുന്നതും മറ്റുള്ള രീതിയിൽ സംസാരിക്കുന്നതും നമ്മളുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ഏതോ കുറെ ആൾക്കാരായിരിക്കും എന്തൊക്കെ പറയുന്നത്. പാട്ട് പാടാൻ കുറെ നേരമായില്ലേ പാട്ട് പാടാന്ന് പറഞ്ഞിട്ട് ചേച്ചി ഞങ്ങൾ കേൾക്കാൻ വേണ്ടി ഇരിക്കുക. നോക്കി നോക്കി കല്ലോടെ പാട്ട് നീ പാടില്ലെങ്കിൽ മനുഷ്യന് ഭ്രാന്തായി. നാദൃശാക്കാൻ വേണ്ടി ഞാൻ ഇരിക്കണം. നേരം നോക്കി 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 നിന്നു കാത്തു 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 നിന്നു മന്ദാരപ്പൂ നിങ്ങളെ കുറിച്ച് തെക്കെന്നോ നോക്കുന്ന അറിയില്ല, ഉത്രാടത്തുമ്പിക്കും അറിയില്ല, ആർക്കും അറിയില്ല. അത് നന്നായി മതി 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 ആർക്കും അറിയാത്ത സ്ഥിതിക്ക് അമ്മൂമ്മനെ കുറിച്ചൊരു ആർക്കും അറിയാത്ത സ്ഥിതിക്ക് നമ്മൾ അമ്മൂമ്മയ്ക്ക് വേണ്ടി ഞങ്ങൾ ഡെലിഗേറ്റ്. ഏത് അമ്മൂമ്മയാടാ? അമ്മൂമ്മയെ കുറിച്ചുള്ള പാട്ട് അമ്മൂമ്മയെ കുറിച്ചുള്ള അതാണ് പേടി. പിന്നെ കൂടുതലല്ല മുടിയുള്ള പറ്റി പറഞ്ഞു. സാധാരണ സാധാരണ ജൂനിയർ ആർട്ടിസ്റ്റിന്റെ അടുത്തേക്ക് ഡയറക്ടർ പോയിട്ട് അഭിനയിപ്പിക്കൂല. അപ്പൊ വൺസ് അപ്പോൺ ടൈം കൊച്ചി എന്ന പടത്തില് പുള്ളി എന്നെ വന്നിട്ട് അഭിനയം പഠിപ്പിച്ചു. സാധനം പഠിപ്പിക്കണ ആവശ്യമില്ല, പക്ഷെ പഠിപ്പിച്ചു ചെയ്തു, സാധനം വന്നു.
ഇതിനെപ്പറ്റി പാടാം. ഒന്ന് പാട്. നീ പാടി വേഗം, പാടണം. ഞങ്ങൾക്ക് വീട്ടിൽ പോണം. അതെ, എനിക്ക് വിശക്കുണ്ട്, ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല. ചില കുടുംബത്തിൽ നടക്കണ ഒന്നാണേ, അന്നും ഇന്നും മാറ്റിടും അന്നും ഇന്നും പെണ്ണാണ്. കല്യാണം കഴിഞ്ഞാല് അമ്മായിയമ്മ പോരാണല്ലോ. വാതില് തുറക്കടി, വാതിൽ അടക്കടി, ജനാല തുറക്കടി നമ്മുടെ അമ്മമ്മ, അത് ഇടക്കൂച്ചി അമ്മമ്മ, അത് അഗ്നീസ അമ്മമ്മ, ഇവളേതോ നമ്മുടെ അമ്മമ്മ. ജീവിതം എന്നാൽ ഇവർക്ക് ഒരു പമ്പരം പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുന്നു. ഒച്ചപ്പാടും പണി നടക്കും നമ്മുടെ അമ്മമ്മ, നമ്മുടെ അമ്മമ്മ. ഒരു കാര്യം കൂടെ ലാസ്റ്റ് ആയിട്ട് പറയാട്ടോ, കാരണം ആത്മാക്കൾ വരെ എണീറ്റ് പോയി വരികയാണ്. അതും കൂടെ ഒന്ന് പാടിയത് പ്രേക്ഷകർക്ക് വേണ്ടി, ആത്മാക്കളെ കുറിച്ചൊരു പാട്ട്. ഇത് കേൾക്കണേ, എനിക്കൊരു കോള് ഈ പാട്ട് കേട്ടിട്ട് കോളിടാം. അത് പാടുന്നു. വേറെ പാട്ട് പാടാം. നാദർശിക്കിനെ പറ്റി പറഞ്ഞപ്പോ നാദർശിക്കിനെ പറ്റി പാട്ട് പാടാം. ദിലീപേട്ടനുണ്ട് മാറിയ പ്രശ്നം നാദർശിക്ക ദിലീപേട്ടന് വേണ്ടി പാടി എഴുതിയ പാട്ടാ, നല്ലൊരു പാട്ടാണ്. പാടിക്കോ, കഥ ഒരു മറ്റേ നമ്മുടെ എന്താ പറയാ, സിദ്ദിഖ് ലാൽ സാറിന്റെ ഒരു ഷോയില് പാടിയാ മതി. മന്ദഹാസം ചുണ്ടിൽ നൽകാൻ വന്നവനാണീ സൂപ്പർ താരം. കുട്ടികൾക്കും വീട്ടുകാർക്കും ഇഷ്ടമോടെ വന്ന താരം. പല 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 വേഷം കെട്ടി തലങ്ങും വിലങ്ങും മിമിക്രി കാട്ടി സിനിമ നടനായ താരം. തിളങ്ങുന്ന സ്റ്റാറുകളെ ചെറിയ വൃത്തി കടത്തി വെട്ടി ജനപ്രിയനായ താരം. സൈന്യമെന്നൊരു ജോഷി സിനിമ വന്നതോ ചെറുവേഷമ, നായക അത് വേഷമ, അത് മാനത്തെ കൊട്ടാരമോ. സല്ലാപം സിനിമയിൽ ജൂനിയർ യേശുദാസായപ്പോൾ കേമനായി. മീശ പിരിച്ചൊരു മാധവൻ നമ്മുടെ നാടിന്റെ താരമായി. പൊട്ടിച്ചിരിയുടെ ചാലഞ്ച് വിഷൽ കൈയടി മേടിച്ച് ഒട്ടൊരു സിനിമകളിൽ ഹൊയ്യാര 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 ഹൊയ്. മന്ദഹാസം ചുണ്ടി നൽകാൻ വന്നവനാണ് ഈ സൂപ്പർ താരം. ജനപ്രിയ നായകൻ ദിലീപേട്ടനടാ. ആത്മാക്കൾക്ക് വേണ്ടി ഇത് കേട്ടപ്പോൾ ചേച്ചിക്ക് നാദർശിക്കും ദിലീപേട്ടനെ പറ്റി എന്തെങ്കിലും ഓർമ്മയുണ്ട്? എനിക്ക് രണ്ടുപേരെ കുറിച്ച് ഓർമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാദർശ ഞാൻ കണ്ടിട്ടുള്ളത് ആദ്യമായിട്ട് അദ്ദേഹത്തെ കാണുന്നത് ഇവിടെ ആലുവയിൽ വെച്ചിട്ടാ. ഞങ്ങള് ആലുവയില് ഒരു കെയർ ബേക്കറി ഇല്ലേ, അതിന്റെ ഇപ്പുറത്ത് നിൽക്കുന്നു, അദ്ദേഹം കാർ ഇറങ്ങി കെയർ ബേക്കറിയിലേക്ക് നടന്നു പോകുന്നു. ആ സമയത്ത് ആള് സിനിമ ചെയ്തിട്ടില്ല. കട്ടപ്പനയിലെ ഋതിക് റോഷൻ ചെയ്യണേക്കാളും മുമ്പ് അങ്ങനെ ഫേമസ് ആണ്. അപ്പൊ ഇത്രയും ഡിസ്റ്റൻസിൽ ആളെ കണ്ടിട്ടുണ്ട്. ദിലീപേട്ടനെ കുറിച്ചിട്ട് പറഞ്ഞ ജോക്കർ സിനിമയുടെ ഷൂട്ട് എന്റെ വീടിന്റെ ഷൊർണൂർ വെച്ചിട്ടാണ് നടക്കുന്നത്. ആ സമയത്താണ് ദിലീപേട്ടനെ കാണുന്നത്. അന്ന് ദിലീപേട്ടനോട് സംസാരിച്ചിട്ടുള്ള കാര്യം ഇപ്പൊ അത് പറഞ്ഞ ആടിയിട്ടോന്ന് എനിക്കറിയില്ല. മഞ്ജു ചേച്ചി എന്ത് ചെയ്യുന്നു എന്നാണ്. കാരണം കല്യാണം കഴിഞ്ഞ് അന്ന് മീനാക്ഷി അന്ന് കുഞ്ഞു കുട്ടിയെങ്ങാണ്ടാണ്. അപ്പൊ അന്ന് ഞാൻ എത്രാം ക്ലാസ്സിലാണ്, ചെറിയ ക്ലാസ്സിലെങ്ങാണ്ടാ പഠിക്കണേ. അപ്പോൾ ജോക്കർ സിനിമയുടെ ഒരു ഷൂട്ടിന്റെ ഒരു ഭാഗം മീൻ വിട്ടിട്ട് എന്താണ് ആളിങ്ങനെ നടന്നു വരുന്ന ഒരു സീനിൽ ഒരു പട്ട വീണൊരിതുണ്ട്. അവിടെ വെച്ചിട്ട് അനിത എന്ന് പറയുന്ന ഒരു ലേഡിയുമായിട്ട് അവർ സംസാരിക്കുന്ന ഒരു സീൻ, അത് ഒരു ട്രാക്ക് ആൻഡ് ട്രോളിയിൽ എടുക്കുന്ന ഒരു സാധനമായിരുന്നു. അപ്പൊ അത് പറഞ്ഞിട്ട് ആളങ്ങോട്ട് പാസ് ചെയ്തപ്പോൾ ദിലീപേട്ടൻ നിൽക്കുന്നു, ട്രാക്ക് ആൻഡ് ട്രോൾ ഇങ്ങനെ കറങ്ങുന്നു. അത് സിനിമ കണ്ടപ്പോഴാണ് എനിക്കത് പിന്നീട് മനസ്സിലായത്. അന്ന് അതിനെ കുറിച്ചിട്ട് എനിക്കൊരു ഐഡിയ ഇല്ല. അന്ന് ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരാളാണ്. അപ്പൊ അന്ന് ദിലീപേട്ടനോട് ചോദിച്ച ഒറ്റ ഇതാണ്, ദിലീപേട്ടൻ മഞ്ജു ചേച്ചിയും മോളും എന്ത് ചെയ്യുന്നു, അവര് സുഖമായിട്ടിരിക്കണു എന്ന് ഒറ്റ. അതാണ് ആദ്യമായിട്ട് ഞാൻ കാണുന്ന ആർട്ടിസ്റ്റും ദിലീപേട്ടനാണ്. അതാണ് എനിക്ക് ദിലീപേട്ടന്റെ ആദ്യത്തെ അനുഭവം. പിന്നീട് ഞാൻ അദ്ദേഹത്തെ പിന്നീട് ഈ ഒരു ഇത്രയും വർഷമായിട്ടും ഞാൻ അദ്ദേഹത്തെ മാത്രം പിന്നെ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. അതേപോലെ തന്നെ പിന്നെ ഒരുപാട് കല്യാണ കച്ചേരി സിനിമ, മുകേഷ് ഏട്ടൻ, ബൈജു ചേട്ടൻ, ജഗദീഷ് സാർ, അങ്ങനെ കുറേ പേരെ അതൊക്കെ കുഞ്ഞുനാളിലത്തെ ഷൊർണൂർ ഒരു സമയം സിനിമാക്കാരുടെ തട്ടകമായിരുന്നു. വരിക്കാശ്ശേരി മല മാത്രമല്ല, എൻ്റെ വീടിന്റെ നിയർ ബൈ 1 കിലോമീറ്റർ 100 മീറ്റർ ഡിസ്റ്റൻസിൽ ഒരു വീടുണ്ട്.
അതായത് ചക്രമുത്ത് സിനിമയിലെ കാവ്യമാധവന്റെ വീട്, അതേപോലെ കല്യാണ കച്ചേരി സിനിമയിലെ മുകേഷ് ഏട്ടന്റെ വീട്, ഇതൊക്കെ എന്റെ വീടിന്റെ തൊട്ട് ആ സിനിമയുടെ ഫുൾ ഷൂട്ടിങ്ങും. ചക്രമുത്ത് സിനിമ നടക്കുമ്പോഴും ഞാൻ ദിലീപേട്ടനെ കണ്ടിട്ടില്ല, പക്ഷെ അന്ന് കാവ്യനൊക്കെ കണ്ടിട്ടുണ്ട്. അങ്ങനെ കുറെ ആർട്ടിസ്റ്റുകളെ കുഞ്ഞുനാള് മുതലേ സിനിമയുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന നിളയുടെ തീരത്ത് നിന്ന് വരുന്ന ഒരാളെന്നുള്ള രീതിയിലായിരിക്കാം. കാരണം ഞങ്ങള് ആ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ സിനിമാ ഷൂട്ടുകൾ നടന്നിട്ടുള്ള ഒരു ഇത് പറഞ്ഞു കഴിഞ്ഞാൽ മലയാള സിനിമയിൽ പല ലാംഗ്വേജും വള്ളുവനാടൻ ശൈലിയിലാണ് ഡയലോഗ്സുകൾ എഴുതിയിട്ടുള്ളത്. നരസിംഹ ആയിക്കോട്ടെ, ആറാം തമ്പുരാൻ ആയിക്കോട്ടെ, ഞങ്ങളുടെ സ്ലാങ്ങിലാണ് പ്രസന്റേഷൻ അല്ലെങ്കിൽ അവരുടെ ഒരു നരസിംഹമാണെങ്കിൽ ഇപ്പൊ എമ്പുരാണെങ്കിൽ വ്യത്യാസം എങ്ങനെയുണ്ട് ലാലേട്ടന്റെ? അതിപ്പോ നമുക്ക് പിന്നീട് ഒരു ദിവസം ഡിസ്കസ് കാരണം സംസാരിക്കാൻ നിന്ന ഒരുപാട് കാര്യങ്ങൾ പറയാം. അല്ല, ആർട്ടിസ്റ്റുകളുടെ കാര്യം പറഞ്ഞപ്പോ ദിലീപേട്ടന്റെ കാര്യം പറഞ്ഞപ്പോഴും ഏതൊരു ആർട്ടിസ്റ്റിനെ ആണെങ്കിലും കണ്ടെത്തുന്നത് നീ പെട്ടെന്ന് പാടി. ആത്മാക്കൾക്ക് ശാന്തത ഉണ്ടാകട്ടെ, മണ്ണിൽ ദൈവം വന്നിട, വിണ്ണിൽ ദൈവം വന്നിട, ആത്മാക്കൾക്ക് നിത്യശാന്തി പകർന്നിടട്ടെ, സ്വർഗം തുറന്നിടാം, മരണം നിന്നിടാം, മരണം നിന്നിടാം, സ്വർഗം വന്നിടാം, സ്വർഗക്കാഴ്ചകൾ, മരണാന്തര കാഴ്ചകൾ, ആത്മാക്കൾക്ക് ശാന്തത ഉണ്ടാകട്ടെ, സ്വർഗം തുറന്നിടാം, നരകം തുറന്നിടാം, ആത്മാക്കൾക്ക് നിത്യപ്രതീക്ഷ കൊടുത്തിരണമേ. എന്നെ ഒരു വരി കേട്ടോ, ഒരു വരി കേട്ടോ, എന്റെ കണ്ടനാട്ടിൽ നിന്ന് വരുന്നൊരു കവിത കേട്ടോ. എത്ര നേരമായി കാത്തു കാത്തു നിൽപ്പു, ഒന്നിങ്ങു നോക്കുമോ തിങ്കളി, പിണങ്ങരുതേ അരുതേ അരുതേ, പുലരാറായോ തോഴി, എത്ര നേരമായി ഞാൻ കാത്തു കാത്തു നിൽപ്പു, ഒന്നിങ്ങു നോക്കുമോ, ഒന്നിങ്ങു നോക്കുവോ വാർത്തിങ്കളി. വൈൻഡപ്പ് ചെയ്യാനും മുമ്പ് അവസാനമായി ദിലീപന്റെ ഒരു സൗണ്ട് എടുത്തു കൂടി ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യാം. ഞാൻ സൗണ്ട് തോമയാണോ? സൗണ്ട് തോമ പുതിയത് പഠിക്കും. ഈ സൗണ്ട് കിടന്നോ ദിലീപന്റെ? ഈ കുട്ടി ഇവിടെ ഒരു ഇന്റർവ്യൂവിന് വന്ന നല്ല രസമായിരുന്നു ഇന്റർവ്യൂ. എന്തായാലും ആലുവയുടെ തൊടുത്ത് വന്നതിന് സൗണ്ട് തോമയ്ക്ക് ഒരുപാട് നന്ദി. നിന്റെ സൗണ്ട് തോമ, അയ്യോ നിന്റെ സൗണ്ട് തോമ വേണ്ട, അല്ലാണ്ട് സിനിമത്തെ ഡയലോഗ് പറയരുത് ദേവസ്വം. ഈ ചേച്ചി വന്നതിന് പറഞ്ഞു ഇന്റർവ്യൂ പങ്കെടുത്തതിനും ഓ വലിയ ഉപകാരം. ചന്തക്ക് പോകുമ്പോൾ ചന്ദന ചൊപ്പുള്ള നികാരി പെണ്ണിനെ കണ്ടേ ഞാൻ വൈൻഡപ്പ് കൂടെ വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഞാൻ, വട്ടം അങ്ങോട്ടും ഞാൻ പോട്ടെ. ഞാൻ നേരം പോയി വെള്ളത്തിലായി, നേരം പോയി അന്നത്തെ കച്ചവടം വെള്ളത്തിലായി, ചാലക്കുടി ചന്തക്ക് പോകുമ്പോൾ ചന്ദന ചൊപ്പുള്ള നീകാരി പെണ്ണിനെ കണ്ടേ ഞാൻ. ഓടേണ്ട ഓടേണ്ട ഓടി ഓമന പൂമുഖം പാടിടേണ്ട, ഓമന പൂമുഖം പാടാതെ സൂക്ഷിച്ചാൽ ഓമന ചുണ്ടത്ത് ഉമ്മ നൽകുക. ഓമന ചുണ്ടത്ത് താങ്ക് യു.